സനാതന ധർമ്മ വിവാദം, ക്ഷേത്രാചാരങ്ങളിലെ കാലാനുസൃതമായ പരിഷ്കാരം, ഇതെല്ലാം ദേശീയ തലത്തിലും ചർച്ച ചെയ്യപ്പെടുന്ന സമയത്തു കൂടിയാണ് ശിവഗിരി മഠത്തിന്റെ പ്രസിഡന്റ് ബ്രഹ്മശ്രീ സ്വാമി സച്ചിദാനന്ദ ക്യുവേറ്റിനൊപ്പം ചേരുന്നത്. നമസ്കാരം. കാലാനുസൃതമായ ഒരു പരിഷ്കാരം ക്ഷേത്രാചാരങ്ങൾ വേണമെന്നുള്ളത് പലതവണ ചർച്ചയായപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് സ്വാമി പറഞ്ഞ ആ ഷർട്ടൂരൽ പരാമർശം ആ തരത്തിൽ ചർച്ചയായതും അതുമായി ബന്ധപ്പെട്ട് തുടർ ചർച്ചകൾ വേണമെന്ന് പറയുകയും ചെയ്യുന്നത്. അപ്പോഴും ഈ കാലങ്ങളായിട്ടുള്ള ക്ഷേത്രാചാരങ്ങൾ എന്തിനു മാറ്റണം എന്ന് NSSനെ പോലെ ശക്തമായിട്ടുള്ള ഒരു സമുദായ സംഘടന ചോദിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. വാസ്തവത്തിൽ NSSൻ്റെ സ്ഥാപകനായ ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ ചിന്തകൾക്ക് വിരുദ്ധമാണ് ഇപ്പോഴത്തെ ഇവരുടെ നിലപാട്. മന്നത്ത് പത്മനാഭൻ പരിഷ്കാരങ്ങളെ പൂർണ്ണ മനസ്സോടുകൂടി ഹൃദയത്തോടുകൂടി ഉൾക്കൊണ്ട ഒരു മഹാനാണ്. ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ അധീനതയിലുള്ള ഒരു ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി തുറന്നു കൊടുത്ത ആളാണ് മന്നത്ത് പത്മനാഭൻ. ജി സുകുമാരൻ നായർ ചോദിച്ചത്, ശിവഗിരിക്കോ മുഖ്യമന്ത്രിക്കോ മറ്റ് മതങ്ങളെ വിമർശിക്കാൻ ധൈര്യമുണ്ടോ? ഇത് ഹിന്ദു മതത്തിനെതിരായിട്ടുള്ള പരാമർശവും അവിടെ മാത്രമുള്ള പരിഷ്കാരവും മാത്രമല്ലേ എന്നുള്ളൊരു ചോദ്യമാണല്ലോ ചോദിച്ചത്. നമ്മുടെ പ്രവർത്തന മേഖല പ്രധാനമായും ഹിന്ദു മതത്തോട് സനാതന ധർമ്മത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ക്രിസ്ത്യൻ ഇസ്ലാം വിഭാഗങ്ങളെ സംബന്ധിച്ച് അവരുടെ പ്രവർത്തനങ്ങളും പരിഷ്കരണങ്ങളുമൊക്കെ ആ മതത്തിൻ്റെ ഗുരുക്കന്മാരും ആചാര്യന്മാരും നിർവഹിക്കട്ടെ. എൻ്റെ അടുത്ത് വരുന്ന ക്രൈസ്തവ ഇസ്ലാം മത പണ്ഡിതന്മാരോട് ആ സമുദായത്തിലുണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ എപ്പോഴും സംസാരിക്കാറുണ്ട്. അപ്പോഴും ഈ തരത്തിലൊരു പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അത് കൂടെ എയിം ചെയ്തിട്ടാണല്ലോ NSSൻ്റെ ജനറൽ സെക്രട്ടറി പറയുന്നത്. അതായത് ഒരു ക്രൈസ്തവ സഭകളുടെ അധ്യക്ഷന്മാരോ അല്ലെങ്കിൽ ഇസ്ലാം സമുദായ അധ്യക്ഷന്മാരോ ഒന്നും പറയാത്ത തരത്തിലുള്ള ഒരു പരിഷ്കാരം വേണമെന്ന് താങ്കൾ പറഞ്ഞു. അതിനെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. ആ തരത്തിലുള്ള ഒരു വിമർശനം ജി സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്ന് ഈ അയാൾ പരാമർശത്തിലേക്കൊക്കെ പോയത് അതുകൊണ്ടായിരിക്കും. അത് വാസ്തവത്തിൽ സുകുമാരൻ നായരുടെ സംസ്കാരത്തിൻ്റെ കുറവാണ്. അദ്ദേഹം വാസ്തവത്തിൽ ഒരു സന്യാസിയെക്കുറിച്ചോ ശിവഗിരി മഠത്തെ സംബന്ധിച്ചോ ഒന്നും അങ്ങനെയുള്ള അഭിപ്രായം പറയാൻ പാടുള്ളതല്ല. ഞങ്ങളാരും സുകുമാരൻ നായർ അടക്കമുള്ളവരെ ആ രൂപത്തിൽ സംബോധന ചെയ്യുകയോ വിമർശിക്കുകയൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. ഷർട്ട് ഇട്ട് പ്രവേശനം നൽകണം എന്ന് പറയുന്നത് നാടിൻ്റെ സമഗ്രമായൊരു വളർച്ചയുടെ ഒരു പരിഷ്കാരത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഒരു അപരിഷ്കൃത ജനതയായി എക്കാലം കഴിഞ്ഞാൽ പോലെ ഇന്നത്തെ പുതിയ ജനറേഷനിലുള്ള യുവാക്കന്മാരെ സംബന്ധിച്ച് അവരുടെ ബെഡ്റൂമിൽ നിന്ന് തന്നെ വെളിയിലേക്ക് ഇറങ്ങി വരുന്ന വസ്ത്രം ധരിച്ചുകൊണ്ടാണ്. വസ്ത്രം ധരിക്കാതെ അവർക്ക് ക്ഷേത്രങ്ങളിലൊന്നും പോകാൻ ഇന്നത്തെ യുവജനത ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് മതപരമായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് വേണ്ടിയും ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനുള്ള തീരുമാനം ഉണ്ടാകണം. പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ ദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്ഷേത്രം, ഈ പുറത്തുനിന്ന് ഉത്തരേന്ത്യക്കാരും വിദേശികളൊക്കെ വരുന്നൊരു സ്ഥലത്ത് സ്ത്രീകൾക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ഈ കാൽശരായി പാടില്ല, ഒരു ഒറ്റമുണ്ട് ധരിക്കണം എന്നുള്ള ആ ഒരു പഴയ ആചാരമുണ്ടോ അല്ലോ. ഈ ഷർട്ടിനൊപ്പം ഇത്തരം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത്തരം ആചാരങ്ങൾ ഇതിനൊപ്പം മാറണ്ടേ? തീർച്ചയായിട്ടും. ഞാനൊരിക്കൽ ഒരു സംഘം ആളുകളുമായിട്ടൊരു ക്ഷേത്രത്തിൽ ഗുരുവിൻ്റെ ഇതായിട്ട് പറയപ്പെടാവുന്നൊരു ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ എൻ്റെ കൂടെയുള്ള ഈ സ്ത്രീജനങ്ങൾ ചുരിദാർ ധരിച്ചിരുന്നു. അപ്പോൾ ആ ചുരിദാറും കൊണ്ട് അവിടെ കയറാൻ പാടില്ല എന്ന് വിലക്കുകയുണ്ടായി. എനിക്ക് വാസ്തവത്തിൽ അത് വലിയൊരു വിഷമം തോന്നി. ഇപ്പോൾ ആ വിലക്കുകൾ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇങ്ങനെയുള്ള വസ്ത്രധാരണ രീതി ഏത് തരത്തിലുള്ള ആണെങ്കിലും അത് മാറ്റപ്പെടേണ്ടതുണ്ട്. പരമാവധി നമുക്ക് പറയാൻ പറ്റുന്ന മലിന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത്, ശുഭ്രവസ്ത്രമായിരിക്കണം എന്ന് പറയാനുള്ള അവകാശം ക്ഷേത്ര ഭാരവാഹികൾക്കുണ്ട്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ ആചാരം ഇപ്പോഴുമുണ്ട്. ഈ ചുരിദാർ ധരിച്ചിട്ട് പോകാൻ കഴിയില്ല എന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊന്നായിട്ട് വരുന്നു. അപ്പോൾ ഈ ഷർട്ടിനൊപ്പം ഇത് പറയാൻ ആരുമില്ല. അതുകൊണ്ടാണ് ആ ഭാഗത്ത് നിന്ന് ചോദിക്കണമല്ലോ, അതും മാറണം എന്നുള്ള അഭിപ്രായം. അങ്ങനെ ഒരു വസ്ത്രധാരണം ചെയ്തതുകൊണ്ടോ ഒരു മുണ്ടെടുത്ത് കയറിയത് കൊണ്ടോ അതിൻ്റെ അടിയിൽ പാൻറ്റിട്ട് മുണ്ടിട്ടുകൊണ്ട് കയറിയത് കൊണ്ട്
ഉടുത്തോണ്ട് കയറിയത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഐശ്വര്യമോ അഭിവൃദ്ധിയോ അനുഗ്രഹമോ ലഭിക്കുമോ? അങ്ങനെ ലഭിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു അന്ധവിശ്വാസമല്ലേ വാസ്തവത്തിൽ. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കാളും ഒക്കെ പ്രശസ്തി നേടിയതാണ് മധുര മീനാക്ഷി ക്ഷേത്രം. അതുപോലെ വടക്കേ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ക്ഷേത്രങ്ങൾ, അവിടെയൊക്കെ വസ്ത്രം ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് കയറി വിഗ്രഹത്തെ സ്പർശിച്ച് അവിടെ അഭിഷേക നിവേദ്യാദികൾ സമർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെയൊന്നും ആത്മീയ ചൈതന്യത്തിനൊന്നും ഒരു കുറവും സംഭവിച്ചതായിട്ട് അഭിപ്രായമില്ല. ഇവർ പറയുന്നത് കേരളത്തിൽ പ്രത്യേകമായിട്ടുള്ള വൈദിക ആചാരമാണ്, കേരളം വിട്ടു കഴിഞ്ഞാൽ മറ്റൊന്നാണ് എന്നാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉടുപ്പിട്ടുകൊണ്ട് ശബരിമലയിലും മറ്റും പോകുന്നില്ലേ? അതേപോലെ എത്രയോ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ശിവഗിരിയോട് ചേർന്ന് നിൽക്കുന്ന നിരവധി ക്ഷേത്രങ്ങളിലും ചെമ്പഴന്തിയിലും അരീപ്പുറത്തും ഒക്കെ ഉടുപ്പിട്ടുകൊണ്ട് തന്നെ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ ആത്മീയ ചൈതന്യത്തിന് ഒരു കുറവും സംഭവിക്കുന്നില്ല. അതായത് ഇപ്പോഴും കേരളത്തിൽ തീർത്ഥം തരികയാണെങ്കിലും പ്രസാദം തരികയാണെങ്കിലും ഒരു 4 അടി പൊക്കത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു ഇത്, അല്ലെങ്കിൽ ഇത് പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ആചാരപ്രകാരം ഇത് മാറ്റേണ്ടതാണ് എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും മാറ്റേണ്ടതാണ്. അതിൻ്റെ ഒന്നും ആവശ്യമുള്ളതല്ല. ശുദ്ധി പരമപ്രധാനമാണ്. ശുദ്ധി നോക്കണം. അതല്ലാതെ സ്പർശനം, ഇപ്പോൾ പ്രസാദം വാങ്ങിക്കുമ്പം കൈ സ്പർശിച്ചത് കൊണ്ടൊന്നും ഒരു ദേവകോപവും ഉണ്ടാകുന്നതല്ല. അത് കേവലമായൊരു ദുരാചാരമാണ്, ഒരു സങ്കല്പം മാത്രമാണ്. അതിന് അടിസ്ഥാനപരമായിട്ട് യാതൊരു അർത്ഥവുമില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ വൈദിക കാര്യങ്ങളൊക്കെ കാലാനുസൃതമായി പരിഷ്കരിക്കണം. ദേശകാലോചിതം കർമ്മധർമ്മമെത്യഭിധീയത എന്ന് ഭാരതീയരുടെ അടിസ്ഥാന പ്രമാണമാണ്. ദേശകാലാനുസൃതമായി ആചാരങ്ങളെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കണം. ആ പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ക്ഷേത്ര പ്രതിഷ്ഠ നടത്താനോ ക്ഷേത്ര ദർശനം നടത്താനോ ക്ഷേത്രം സ്ഥാപിക്കാനോ ഒന്നും അധികാരമില്ലാത്ത സമുദായത്തിൽ ജനിച്ച ശ്രീനാരായണ ഗുരു അത് ലംഘിച്ചുകൊണ്ട് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയതും ക്ഷേത്രമുണ്ടാക്കിയതും ക്ഷേത്രം ഭരിക്കുന്നതിനുള്ള സംഘടന ഉണ്ടാക്കിയതും ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നതിനുള്ള വൈദിക പരമ്പരയെയും സന്യാസി പരമ്പരയും ഒക്കെ വാർത്തെടുത്തു. ഇത് വാസ്തവത്തിൽ ഭാരതീയമായി നിലനിന്ന് പോന്ന വൈദിക പാരമ്പര്യത്തിൻ്റെ ലംഘനമാണ്. സ്വാമി നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കാശിയിലോ ഹരിദ്വാറോ പോയാൽ പോലും അകത്ത് കയറി നമുക്ക് പ്രാർത്ഥന നടത്താവുന്ന, പൂജ ചെയ്യാവുന്ന ഒരു സാഹചര്യം നിൽക്കുമ്പോൾ കേരളത്തിൽ തികച്ചും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ഈ കേരളം കടന്നാൽ ഉണ്ടാകുന്ന നമ്മൾ മറ്റൊരു വൈദികാചാര പ്രകാരമാണ് എന്നാണല്ലോ പറഞ്ഞത്. അതിലൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഇവിടെയുള്ള ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ വിചാരിക്കണം. പക്ഷെ അങ്ങനെയുള്ളൊരു റിസ്ക് എടുക്കാൻ ഇവരാരും തയ്യാറാവില്ല. അതൊരു ചർച്ചയ്ക്ക് അവരതിന് തടിതപ്പുന്നത് തന്ത്രിക്ക് പരമാധികാരമുണ്ട്, തന്ത്രിയാണ് അവസാനം നിശ്ചയിക്കേണ്ടത് എന്നാണ്. എന്നാൽ എത്രയോ സ്ഥലങ്ങളിൽ, എത്രയോ ക്ഷേത്രങ്ങളിൽ തന്ത്രിയുടെ പെരുമാറ്റവും ആരാധന സമ്പ്രദായമൊക്കെ വിപരീതമാണ് എന്ന് തോന്നിയാൽ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ആ തന്ത്രിയെ മാറ്റി പുതിയ തന്ത്രിയെ വെക്കും. അതിനാവശ്യമായ നിയമമുണ്ട്, വ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്ത്രിക്കാണ് പരമപ്രധാനം എന്ന് പറയുന്നതിനും അർത്ഥമില്ല. ഇപ്പോൾ കേരളത്തിൽ 3 ദേവസ്വം ബോർഡുകളുണ്ട്, തിരുവിതാംകൂറും കൊച്ചിയും മലബാറും. ഈ 3 ദേവസ്വം ബോർഡിൽ നിയന്ത്രിക്കുന്ന ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്താൽ മതി, ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഷർട്ടിട്ട് കയറുന്നതിലൊരു വിരോധവും ഇല്ല എന്ന് ഗവൺമെൻറ് തീരുമാനം എടുക്കണം. അതിനു മുൻപ് ഈ ധാർമ്മിക ആചാര്യന്മാരുമായിട്ട് സദസ്സ് കൂടി ഒരു ചർച്ച നടത്തുന്നതൊക്കെ നല്ലതാണ്. അത് ഗവൺമെൻറ്റാണ് ഒരു നിർണായകമായ തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കാതെ ഒരു പ്രസ്താവനയിൽ മാത്രം ഒതുക്കി നിർത്തുകയാണ് സർക്കാർ. അങ്ങനെയാണ് തോന്നുന്നത് അല്ലേ? അതെ, അത് മാത്രം പോരാ, പ്രസ്താവന മാത്രം പോരാ, അത് അത്രയും ഒരു സഹായവും. പക്ഷേ അതിനപ്പുറത്തേക്ക് നീങ്ങിയിട്ട് ഈ ദേവസ്വം ബോർഡ് നിയന്ത്രിക്കുന്ന ബോർഡിൻ്റെ ചെയർമാൻ അടക്കമുള്ള ആളുകളെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്ത് അവിടുത്തെ വൈദിക ആചാര്യന്മാരുമായും ചർച്ച ചെയ്ത് അങ്ങനെ ഒരു പരിഷ്കാരത്തിൽ എത്തിച്ചേരണം. BJP അടക്കം
ഈ വിവാദത്തിൽ എതിർത്താണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാർ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നിന്നാൽ BJPയും കോൺഗ്രസും ഒക്കെ ഇതിനകത്ത് അനുകൂലിക്കണം എന്നൊരു നിർബന്ധവുമില്ല. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ഒരു രാഷ്ട്രീയ വെല്ലുവിളി സർക്കാർ അല്ല, പേടിക്കുന്നുണ്ടാവും. BJPയെയും വിശ്വ ഹിന്ദു പരിഷത്തിനെയും സംബന്ധിച്ച് അവരുടെ ക്ഷേത്രങ്ങൾ ഷർട്ടിട്ടുകൊണ്ട് കയറുന്നത് വിരോധമില്ല എന്നാണ് അവരുടെ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അവർ കുറച്ചുകൂടെ പരിഷ്കൃതരായി തന്നെ നിൽക്കുന്നുവെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഞാനത് പിന്നെയും ചോദിക്കാൻ കാരണം ഈ പല മാറ്റങ്ങൾക്ക് തുടക്കമിടുമ്പോൾ അത് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായതൊക്കെ ഉത്സവ സംസ്കാരം തകർക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂർ മുഴുവൻ ദേവസ്വങ്ങളും കോടതിയിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തരം ചില മാറ്റങ്ങളെ ആ തരത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതൊരു ബഹുജനത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവല്ലേ അത്? അത് വാസ്തവത്തിൽ കേരളീയ മനസ്സ് ഇനിയും ഒരു പരിഷ്കൃത ലോകത്തിലേക്ക് ചെന്നിട്ടില്ല എന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. ഈ പഴയ മാമൂലുകളെ ഉപേക്ഷിക്കുവാൻ പലരും തയ്യാറാകുന്നില്ല. പക്ഷെ അവരൊന്ന് മനസ്സിലാക്കണം, ആ പഴയ മാമൂല് വെച്ചാണ് എങ്കിൽ ഇവർക്കൊന്നും ക്ഷേത്രത്തിൽ തന്നെ പ്രവേശനമില്ല. ഇപ്പം പഴയ മാമൂലുകൾ വെച്ച് പുലർത്തണമെന്ന് സുകുമാരൻ നായർ പറയും. അങ്ങനെയാണ് എങ്കിൽ ഈ ക്ഷേത്രത്തിനകത്ത് നായർ സമുദായത്തിന് പ്രവേശനമുണ്ട് എങ്കിൽ തന്നെയും ബ്രാഹ്മണൻ്റെ എത്ര അടി അകലെ നിൽക്കണം. ബ്രാഹ്മണൻ സഞ്ചരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഓരോ പ്രദേശങ്ങളിലേക്ക് ഈ പറയുന്ന നായന്മാർക്ക് പ്രവേശനമില്ല. അപ്പോൾ അങ്ങനെയുള്ള അയിത്ത ആചാരങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പരിഷ്കരിക്കപ്പെടേണ്ട ഒന്നാണ് ഈ ഷർട്ട് ഊരണം എന്നുള്ള നിർബന്ധ ബുദ്ധി. അത് താരതമ്യപ്പെടുത്തുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കുറച്ചും കൂടെ ശക്തമായിട്ട് നിലപാട് വെള്ളാപ്പള്ളി ആ കാര്യത്തിൽ കുറച്ചുകൂടെ ഫോർവേഡായിട്ട് നിൽക്കുന്നുണ്ട്. മഠവും വെള്ളാപ്പള്ളി നടേശനും പല സമയങ്ങളിൽ പലതരത്തിൽ പ്രകടമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പൂർണ്ണമായും പരിഹരിക്കപ്പെട്ട ഒരു സമവായത്തിൻ്റെ പാതയിലാണോ? ഭരണപരമായി ശിവഗിരി മഠവും SNDP യോഗവുമായിട്ട് ഒരു ബന്ധവുമില്ല. രണ്ടും രണ്ട് പ്രസ്ഥാനങ്ങളാണ്. SNDP യോഗം പ്രധാനമായിട്ടൊരു സാമുദായിക പ്രസ്ഥാനമായിട്ടാണ് നിലകൊള്ളുന്നത്. അത് സ്ഥാപിച്ചത് വാസ്തവത്തിൽ സമുദായ ചിന്തയ്ക്ക് അതീതമായി എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഗുരു മുന്നോട്ട് പോയത്. പക്ഷെ അതിൽ ജാതീയത വർദ്ധിച്ചു വരുന്നുവെന്ന് കണ്ടപ്പോഴാണ് സന്യാസിമാരെ ചേർത്ത് സന്യാസംഘം സ്ഥാപിച്ചത്. സന്യാസംഘം ഇപ്പോഴും ഗുരുവിൻ്റെ പാതയെ പിന്തുടർന്നാണ് പോകുന്നത്. ഇവിടെ ഈ സന്യാസംഘത്തിൽ എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും സന്യാസിമാരായിട്ടുണ്ട്. ഹിന്ദു സമുദായത്തിൽ മാത്രമല്ല, ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും സന്യാസം സ്വീകരിച്ച് ശിവഗിരിയിലുണ്ട്. ജാതി മത ഭേദചിന്തകൾക്ക് അതീതമായി ദൈവമക്കളായ മുഴുവൻ ആളുകൾ ആത്മസഹോദരന്മാരാണ്, ഒന്നായി കഴിയണം. ആ ഗുരുവിൻ്റെ ഉപദേശസാരം ഉൾക്കൊണ്ടുകൊണ്ട് ശിവഗിരി മഠം പ്രവർത്തിക്കുന്നു. SNDP യോഗം വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിൽ ഒരു സാമുദായിക പ്രസ്ഥാനമായ നിലനിന്ന് പ്രവർത്തിക്കുന്നു. അപ്പോൾ രണ്ടിൻ്റെയും ലക്ഷ്യം ശ്രീനാരായണ സന്ദേശ പ്രചരണമാണ് എങ്കിലും രണ്ടിനും രണ്ട് രീതിയിലുള്ള പ്രവർത്തന ശൈലിയാണുള്ളത്. ഞാൻ ഈ മഠമായിട്ടുള്ള ഭിന്നത എപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കാൻ കാരണം, ഈ സുകുമാരൻ നായർ അയാളെന്ന് പരാമർശിച്ചപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കേണ്ട ഒരാൾ വെള്ളാപ്പള്ളി കൂടിയായിരുന്നു അദ്ദേഹം. പക്ഷേ അതിനെക്കുറിച്ചൊന്നും മിണ്ടിയില്ല. സാധാരണ അദ്ദേഹം എന്നെ ആക്ഷേപിച്ചുകൊണ്ടൊരു വാക്ക് പറഞ്ഞു, പ്രമാണിയാകുന്നതിന് വേണ്ടിയാണ് സ്വാമി അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അദ്ദേഹം പറയാൻ പാടില്ലാത്തതാണ്. അദ്ദേഹം ഈ സുകുമാരൻ നായരുടെ ആ പ്രസ്താവന തിരുത്തണം, ആ രൂപത്തിൽ സംസാരിക്കാൻ കടമപ്പെട്ടവനാണ് വെള്ളാപ്പള്ളി നടേശൻ. ഒരു പരിഷ്കരണവുമായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ കാലാനുസൃതമായിട്ടുള്ള ഒരു പരിഷ്കാരം വേണം എന്ന് താങ്കളെപ്പോലെ ഒരാൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സമുദായ സംഘടനകളുടെ കൂടെ നിന്നാലാണല്ലോ ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു തീരുമാനം വരിക. അതല്ലാതെ ഇത് വിവാദത്തിലേക്ക് പോയാൽ ഈ പറയുന്ന പോലെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാരിനും കിടക്കാൻ കഴിയില്ല, മറ്റുള്ളവർക്കും കിടക്കാൻ. കുറച്ച് സമയത്തേക്ക് ചാനൽ ചർച്ചകൾ ഇത് നിറഞ്ഞു പോവുകയേ ഉള്ളൂ. അങ്ങനെ ഇത് ഡൈവേർട്ട് ചെയ്തു പോയില്ലേ കുറേയൊക്കെ? അത് വാസ്തവത്തിൽ ലക്ഷ്യത്തിലെത്തുന്നില്ല. ഒരു ചർച്ചകളിൽ മാത്രം ഇതങ്ങ് അവസാനിച്ചു പോവുകയാണ്. ഞാൻ അങ്ങനെ ഒരു പ്രസ്താവന ശിവഗിരി തീർത്ഥാടന വേളയിൽ നൽകിയത് ബോധപൂർവം നൽകിയതാണ്. കേരളത്തിൽ സംഭവിക്കേണ്ട ഒരു പരിഷ്കാരം അത് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ആ പരിഷ്കാരം ഉണ്ടാകണം.
അത് ക്ഷേത്ര പുരോഗതിയുടെ മതത്തിൻ്റെ പരിഷ്കരണത്തിൻ്റെ ഭാഗമാണ്. അത് സംഭവിക്കേണ്ടതാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും. ഇത്രയും മാറ്റങ്ങൾ വേണമെന്ന് പറയുന്ന സ്വാമി തന്നെ സനാതന ധർമ്മത്തെ പക്ഷെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിച്ചു. അത് ജാതി വ്യവസ്ഥയിൽ ആധാരമായിട്ടുള്ളതല്ല എന്നാണ് പറഞ്ഞത്. ഞാൻ സനാതന ധർമ്മത്തെ പ്രകീർത്തിച്ചത് ലോകത്തിലെ തന്നെ ഏറ്റവും മഹിമയേറിയ ഒരു സംസ്കാരമാണ് മതങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഭാരതത്തിലുണ്ടായിരുന്ന സനാതനധർമ്മം. അത് ഉപനിഷത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ദർശനമാണ്. അവിടെ ഭേദവ്യത്യാസമൊന്നുമില്ല. അന്ന് ചാതുർവർണ്ണ്യ വ്യവസ്ഥയില്ല, ജാതി വ്യവസ്ഥകളില്ല, ഭേദവ്യത്യാസങ്ങളില്ല. മാനവരൊക്കെയും ഒന്ന് എന്നുള്ള ഒരു ദർശനമാണ് ഈ സനാതനധർമ്മത്തിന് വാസ്തവത്തിലുള്ളത്. ആ ഒരു സംസ്കാരം ഭാരതമൊട്ടാകെ വ്യാപിച്ചിരുന്നു. ഭാരതത്തിന് വെളിയിലുള്ള രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. ആ സംസ്കാരം നിലനിന്നുകൊണ്ടാണ് ക്രിസ്തു മതത്തെയും ഇസ്ലാം മതത്തെയും ജൈനമതത്തെയും ബുദ്ധമതത്തെയും സിഖ് മതത്തെയും അതുപോലുള്ള മതങ്ങളെയെല്ലാം രണ്ട് കൈ നീട്ടി ഭാരതത്തിന് സ്വീകരിക്കുവാൻ സാധിച്ചത്. പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അതിൽ ചാതുർവർണ്ണ്യ വ്യവസ്ഥതയും ജാതി വ്യത്യാസവും ഭേദവ്യത്യാസവും അതിനോട് ചേർന്ന് അനാചാരങ്ങളും ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും വന്ന് കയറി. ഇന്ന് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഈ ചാതുർവർണ്ണ്യ വ്യവസ്ഥിതിയോട് കൂടിയ ജാതിഭേദ വ്യത്യാസത്തോടു കൂടിയ ഒന്നാണ് സനാതനധർമ്മം എന്ന് സാധാരണക്കാർ ധരിച്ചു വച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് സനാതനധർമ്മം ഉപേക്ഷിക്കപ്പെടണമെന്ന് ഓരോരുത്തരും അഭിപ്രായപ്പെടുന്നത്. എന്നാൽ അതിനു മുൻപുള്ള ഔപനിഷദമായ ഉപനിഷത് ദർശനമുണ്ട്. അതിനെയാണ് ഗുരുദേവൻ ഉൾക്കൊണ്ടിട്ടുണ്ട്, വിവേകാനന്ദ സ്വാമി അടക്കമുള്ള ഗുരുക്കന്മാർ ഉൾക്കൊണ്ടിട്ടുണ്ട്, സന്യാസി പരമ്പര ഉൾക്കൊള്ളുന്ന ആ സംസ്കാരത്തെയാണ്. പാഠപുസ്തകങ്ങളിലെ സിലബസ് പരിഷ്കരിക്കുന്നത് പോലെ സനാതനധർമ്മത്തിനകത്ത് ചാതുർവർണ്ണ്യം കൂടെ ചേർന്നുകൊണ്ട് ഉള്ള ഒരു ഫോർമാറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ അത് ഉപേക്ഷിക്കുകയല്ലാതെ അത് മാത്രമായിട്ട് കളയുന്നത് അത് എളുപ്പമുള്ള കാര്യമായിരിക്കും. ഒരു മഹോന്നതമായ സംസ്കാരത്തെ ഉപേക്ഷിക്കുന്നതാണോ നല്ലത്, അതിനെ പരിഷ്കരിച്ച് അതിന് കാന്തിയും മൂല്യവും നൽകുന്നതാണോ എന്ന് ചോദിച്ചാൽ ഉപേക്ഷിക്കുന്നതല്ല, അതിനെ പരിഷ്കരിച്ച് സംരക്ഷിക്കുന്നതാണ് നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തമിഴ്നാട്ടിലും ഇത് വലിയ വിവാദമായി. അതായത് ദ്രവീഡിയൻ സംസ്കാരത്തിനനുസരിച്ചും ഇ.വി. പെരിയാറിൻ്റെ ഒരു നിരീക്ഷണങ്ങളനുസരിച്ചും ഇതൊക്കെ സനാതനധർമ്മം ജാതിയെ ഊട്ടിയുറപ്പിക്കുന്നു എന്ന് ഈ ദ്രവീഡിയൻ സംസ്കാരത്തെ വിശ്വസിക്കുന്നവരും പറയുന്നുണ്ടല്ലോ. അത് ഈ തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ്. സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള സനാതനധർമ്മം എന്ന് പറയുന്നത് ഈ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങളെ അടിമകളാക്കി അടിച്ചമർത്തുന്ന ജാതീയതയും ചാതുർവർണ്ണ്യ വ്യവസ്ഥതയും നിറഞ്ഞതാണ് ഇത് എന്നുള്ള ഒരനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അവരത് തള്ളിക്കളയുന്നത്. ഇ.വി. രാമസ്വാമി അടക്കമുള്ളവർ തള്ളിക്കളഞ്ഞത് ആ ഒരു അർത്ഥത്തിലാണ്. എന്നാൽ അതിനു മുൻപുള്ള യഥാർത്ഥ സനാതനധർമ്മം തള്ളിക്കളയേണ്ടതല്ല, ഉൾക്കൊള്ളേണ്ടതാണ്. അവിടെ സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവുമാണ് ഈ സനാതനധർമ്മം അവിടെ വിഭാവനം ചെയ്യുന്നത്. ഈ വർണ്ണാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുവിനെ കെട്ടിയിടുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നു. കെ സുധാകരനും അത് തന്നെ പറയുന്നു. അതായത് പുറത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയുന്നത് ഒരു നല്ല വിമർശനമല്ലേ? അത് തിരുത്തേണ്ടതുണ്ടെങ്കിൽ ചിലപ്പോൾ അത് തിരുത്തുന്നതായിരിക്കില്ലേ നല്ലത്? തീർച്ചയായിട്ടും. ഈ വർണ്ണാശ്രമം എന്ന് പറയുന്നത് ഗുണങ്ങളെ ആസ്പദമാക്കിയാണ് ഈ ഭഗവത്ഗീതയിലും മറ്റും വർണ്ണത്തെ നിശ്ചയിക്കുന്നത്. സത്വം രജസ് തമസ് എന്നുള്ള 3 ഗുണങ്ങൾ. അത് സത്വം ഏറെ നിന്ന ബ്രാഹ്മണൻ, പിന്നെ ക്ഷത്രിയൻ, തമസോട് കൂടി നിൽക്കുന്നവൻ ശൂദ്ര എന്നൊക്കെയാണ്. അപ്പോൾ ഗുരു അത് അംഗീകരിക്കുന്നില്ല. ഗുരു പറഞ്ഞു ഈ ഗുണങ്ങൾ എല്ലാവരിലും മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് യാത്ര ചെയ്ത് ഇവിടെ വരുമ്പോൾ ഒരു വൈശ്യൻ്റെയോ ഒരു ബ്രാഹ്മണൻ്റെയോ ധർമ്മമാണ് നിങ്ങളിൽ ആ സമയത്ത് പ്രകാശിച്ചത്. ഇവിടെ വന്ന് ഗുരുവിൻ്റെ സമാധി സ്ഥലവും പുണ്യസ്ഥലങ്ങളൊക്കെ ദർശിക്കുമ്പോൾ ഒരു ബ്രാഹ്മണൻ്റെ സംസ്കാരമാണ് അപ്പോൾ നമ്മളിലുള്ളത്.
പിന്നെ നമ്മുടെ ഇതൊക്കെ വൃത്തിയാക്കി വല്ലതും ഭംഗിയായിട്ട് പോകുമ്പോൾ ഒരു ശൂദ്രൻ്റേതായ ധർമ്മം വരുന്നു. ഇപ്പം ഒരാളുടെ ജീവിതത്തിൽ ദിവസവും എപ്പോഴും ഈ വർണ്ണങ്ങൾ മാറിക്കൊണ്ട് നിൽക്കുന്നു. അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് ചാതുർവർണ്ണ്യം നിശ്ചയിക്കുന്നത് ശരിയല്ല, മനുഷ്യനെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ എന്നാണ് ഗുരുവിൻ്റെ ദർശനം. ഈ സനാതനധർമ്മത്തെ വർണ്ണാശ്രമത്തോട് തുലനം ചെയ്തതിനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിനെ ഒരേപോലെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം, അത് വെള്ളാപ്പള്ളി നടേശനും കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും അങ്ങനെയായിരുന്നു. NSSൻ്റെ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരും അങ്ങനെയായിരുന്നു. രണ്ട് സമുദായ സംഘടനകളും ആ തരത്തിലാണ് പ്രതിപക്ഷ നേതാവിനെ കാണുന്നത്. വാസ്തവത്തിൽ അത് എനിക്ക് തോന്നുന്നത് തെറ്റിദ്ധാരണ കൊണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വി ഡി സതീശൻ പറഞ്ഞത് എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വാസ്തവത്തിൽ വി ഡി സതീശൻ പറയുമ്പോൾ ഞാൻ സ്റ്റേജിലുണ്ട്. അതൊരു വലിയ ഒരു വിവാദത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. സനാതന ധർമ്മം എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ച് സാർവജനീനമായൊരു സംസ്കാരമാണ്. അത് അനാദിയാണ്. അതിൽ ചാതുർവർണ്ണ്യ വ്യവസ്ഥതയൊക്കെ പിൽക്കാലത്ത് അതിൽ വന്ന് നിറഞ്ഞതാണ്. അതാണ് പരിഷ്കരിക്കപ്പെടേണ്ടത്. ഞാൻ രാഷ്ട്രീയം ചോദിക്കുകയല്ല, എങ്കിലും പ്രബലരായിട്ടുള്ള രണ്ട് സമുദായ സംഘടനകളുടെ നേതാക്കന്മാർ ഒരേ സമയം ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പറയുന്നത്, അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൂടെ അതിനകത്ത് കാണുന്നുണ്ടോ? കേരളത്തിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണല്ലോ കളിക്കുന്നത്. പക്ഷേ അങ്ങനെ എല്ലാം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾ മുഖ്യധാരയിൽ നിന്നും തള്ളപ്പെട്ടു പോകുന്നു എന്നുള്ള സത്യമാണ്. എന്നാൽ പ്രതിപക്ഷ നേതാവിനോടെതിരെയുള്ള ആരോപണത്തിനൊപ്പം ശിവഗിരി മേഡം അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന മഠമല്ല എങ്കിൽ പോലും സ്വാമി അങ്ങനെയാണ് കരുതുന്നത് അല്ലേ? അതൊരു തെറ്റിദ്ധാരണ മാത്രമായിരിക്കും ഇവർ. അതെ 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 പലപ്പോഴും വഴിയില്ല. ഈഴവ സമുദായം BJPയിലേക്ക് പോകുന്നു എന്ന് ഭയന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി ശിവഗിരി സമ്മേളനത്തിനടക്കം ഈ പരാമർശങ്ങൾ നടത്തിയത് എന്നുള്ള നിരീക്ഷണമൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു സമയത്ത് മുസ്ലിം പ്രീണനം നടത്തി, അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചു. അപ്പോൾ ഈഴവ സമുദായം BJPയിലോട്ട് കൂടുതലെടുക്കുന്നു. ഇത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സനാതനധർമ്മം അടക്കമുള്ള വിഷയങ്ങളിൽ, അല്ലെങ്കിൽ ഷർട്ടൂരൽ വിഷയങ്ങളടക്കം താങ്കളെ പിന്തുണച്ചുകൊണ്ട് പോലും മുഖ്യമന്ത്രി ഒരു സ്റ്റാൻഡ് എടുത്തത് എന്നുള്ളൊരു വിമർശനമുണ്ട്. അതിനോട് എങ്ങനെയാണ് പ്രതികരണം? അതിന് ഈ ഇന്നത്തെ മുഖ്യമന്ത്രി പലപ്പോഴും ധാർമ്മികമായ കാര്യങ്ങൾ ഇടപെടാറുണ്ട്. അപ്പോൾ അങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശിവഗിരിയോട് ചേർന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നുള്ളതല്ലാതെ അവിടെ എന്തെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രയോജനം അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്തലുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. ഈഴവ സമുദായം UDFിൽ നിന്നും LDFിൽ നിന്നും അകന്ന് കൂടുതൽ BJPയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ BJP ആണ് സമുദായത്തിൻ്റെ താല്പര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്നത്, അങ്ങനെ ഒരു തോന്നൽ സമുദായത്തിനുണ്ടോ? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ശിവഗിരി മഠം ഇങ്ങനെയുള്ള സാമുദായിക ചിന്തകൾക്കൊക്കെ അപ്പുറത്ത് നിൽക്കുന്നൊരു പ്രസ്ഥാനമാണ്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ജാതിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകാറില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നവവത്സര പൂജ സമാധി നടന്നപ്പോൾ ഞാൻ വെളിയിലേക്ക് നോക്കിയപ്പം ഒരു 8-10 സ്ത്രീകൾ അവർ വസ്ത്രം ധരിച്ചു നിൽക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ മുസ്ലിം സ്ത്രീകളാണെന്ന് തോന്നുന്നു. അപ്പോൾ ശിവഗിരിയെ അവരങ്ങനെയാണ് കണക്കാക്കുന്നത്. ഇവിടെ വരുന്ന ആളുകൾക്ക് ജാതിയോ മതമോ ഭേദ വ്യത്യാസമോ ഒന്നും കൽപ്പിക്കാറില്ല. എല്ലാവരും ഇവിടെ വന്ന് സഹകരിച്ചു പോകുന്നു. ഈ സമുദായത്തിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് പറയാൻ ആ സമുദായത്തിലുള്ളവർ മാത്രമേ ഇപ്പോൾ കാണുകയുള്ളൂ. അതുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നൊരു നിലപാടാണ് നേരത്തെ പറഞ്ഞ രണ്ട് സമുദായ നേതാക്കന്മാർക്കും ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇല്ലെങ്കിൽ പിന്നെ ആര് പറയും ആ സമുദായത്തിൻ്റെ ഉന്നമനത്തെക്കുറിച്ച്? മറ്റാര് പറയും? അത് ഭരണകൂടം പറയുന്നില്ലല്ലോ എന്നൊരു പരാതിയാണ്. അക്കാര്യത്തിൽ എനിക്ക് വ്യക്തിഗതമായിട്ട്, ഞാൻ മഠത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിലല്ല, വ്യക്തിഗതമായി എന്നിൽ തോന്നിയ അഭിപ്രായം രാഹുൽ ഗാന്ധി ഇവിടെ വന്നപ്പോൾ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. കാരണം കേരളത്തിൽ ഈഴവ സമുദായം ഒരു 10-28% ഉണ്ടെന്നാണ് പറയുന്നത്. ആ സമുദായത്തിൽ നിന്ന് ഒരു MLA മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. പണ്ട് ആൻ്റണി പറഞ്ഞു, അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കും ഒരു 10-20 MLA-മാരും 3-4 മന്ത്രിമാരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരാളായിട്ട് കുറഞ്ഞിരിക്കുന്നു, അത് തിരുത്തപ്പെടണമെന്ന് അദ്ദേഹം പറഞ്ഞു.
ആ അഭിപ്രായമാണ് എനിക്കുമുള്ളത്. അങ്ങനെയുള്ളൊരു തീരുമാനം ഈ പാർട്ടി എടുക്കേണ്ടതായിട്ടുണ്ട്. മുഖ്യധാരയിലേക്ക് ഇവരെ പിന്തള്ളാതെ അവരെ കൈപിടിച്ചുയർത്തുവാൻ കടമപ്പെട്ട ആളുകളാണ് പാർട്ടിയുടെ നേതാക്കന്മാർ. അവരതിനുവേണ്ടി ശ്രമിക്കേണ്ടതുണ്ടെന്ന്, അത് ഇടതുപക്ഷ പാർട്ടികളും ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. പിണറായി വിജയൻ എന്ന നേതാവുമായിട്ട് നിലപാടുകളോട് മഠം നേരത്തെ പറഞ്ഞു, മഠത്തിൻ്റെ ഒരു അഭിപ്രായം, ഇടത് സർക്കാരിനോടുള്ള ഒരു മഠത്തിൻ്റെ ഒരു നിലപാട് ഏത് തരത്തിലാണ്? ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചോദിച്ചത്. ശിവഗിരിയെ സംബന്ധിച്ച് ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ അങ്ങനെ പ്രത്യേകമായിട്ടൊരു പ്രാധാന്യം നൽകാറില്ല. പിന്നെ രാജ്യം ഭരിക്കുന്ന പാർട്ടി, ഗവൺമെൻറ്, അവരുമായിട്ട് സഹകരണാത്മകമായ നിലപാടാണ് എപ്പോഴും ശിവഗിരി മഠം വെച്ചു പുലർത്തുന്നത്. ഇന്നത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് ശ്രീനാരായണ ഗുരു ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഗുരുവിൻ്റെ ധർമ്മത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഏറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഗുരുവിൻ്റെ പേരിൽ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു. പണ്ട് ഞങ്ങൾ ഇവിടെ മാറി മാറി വന്ന എല്ലാ ഗവൺമെൻറ്റുകളോടും, നായനാർ ഗവൺമെൻറ്റിനോടും കരുണാകരൻ ഗവൺമെൻറ്റിനോടും അച്യുതാനന്ദനോടും അതേപോലെ ഇവരോടൊക്കെ പറഞ്ഞു ഒരു യൂണിവേഴ്സിറ്റി ഗുരുവിൻ്റെ പേരിൽ സ്ഥാപിക്കണം. പക്ഷേ അതിന് ധൈര്യം കാട്ടിയത് പിണറായി ഗവൺമെൻറ്റാണ്. അതുപോലെ ഗുരുദേവൻ്റെ കൃതികൾ പാഠ്യപദ്ധതിയിൽപ്പെടുത്തണം, അതിനുവേണ്ടി ഒരു തീരുമാനമെടുത്തത് ഉമ്മൻചാണ്ടിയാണ്. ഇപ്പോൾ ഗുരുവിൻ്റെ കൃതികളും ഗുരുവിൻ്റെ ദർശനമൊക്കെ പുതിയ തലമുറയ്ക്ക് കൊടുക്കണം. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഗുരു എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ഗുരുവാണ്, സ്വാമിയാണെന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. അത് ദൂരീകരിക്കപ്പെടണമെങ്കിൽ ഗുരുവിൻ്റെ കൃതികളും ഗുരുവിൻ്റെ ജീവിതവുമൊക്കെ പഠിക്കണം. ഗുരുവിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ സാധിച്ചാൽ കേരളത്തെ സംബന്ധിച്ചൊരു സമഗ്രമായ വളർച്ചയും പുരോഗതിയും അതുവഴി കൈവരിക്കുവാൻ സാധിക്കും. അപ്പോഴും അങ്ങനെ ഒരു നിലപാടിലേക്കാണ് സർക്കാർ കിടക്കുന്നതെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഗുരു ദൈവമല്ല, വിപ്ലവകാരിയായിട്ടുള്ള ഒരു പരിഷ്കർത്താവാണ്. അതാണോ മഠം ആഗ്രഹിക്കുന്നത്? പക്ഷേ അല്ല, ശിവഗിരി മഠം ഗുരുവിനെ അധ്യാത്മ ഗുരുവായിട്ടാണ് കാണുന്നത്. എങ്ങനെയാണോ ബുദ്ധനും ക്രിസ്തുവും നബിയും ശങ്കര ഭഗവത്പാദരുമൊക്കെ അതുപോലെയുള്ളൊരു ഗുരുവാണ്. അവർ ദൈവത്തിൻ്റെ പ്രതീകമായിട്ടാണ് അവരറിയപ്പെടുന്നത്. അപ്പോൾ അതിൽ ഗുരു പ്രതിനിധാനം ചെയ്ത അദ്വൈത വേദാന്തമാണ്. അദ്വൈത വേദാന്ത ശാസ്ത്രത്തിൻ്റെ ആചാര്യൻ ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യ പറയുന്നുണ്ട്, ബ്രഹ്മത്തെ അറിഞ്ഞ ആളിനെ ബ്രഹ്മത്തെ അറിഞ്ഞവൻ എന്നല്ല പറയേണ്ടത്, ബ്രഹ്മം ദൈവം എന്ന് തന്നെ പറയണം. ആ അർത്ഥത്തിലാണ് ഗുരുവിനെ മഠം ദൈവസ്വരൂപമായി കാണുന്നത്. എന്നാൽ ദൈവം ഇതിനൊക്കെ അതീതമാണ്. നാമരൂപരഹിതമായി സർവ്വവ്യാപിയായി സച്ചിദാനന്ദ സ്വരൂപമായി ഗുരുദേവൻ ദൈവദശകം എന്ന പ്രാർത്ഥനയിൽ എഴുതിയിട്ടുള്ള ദൈവത്തിൻ്റെ സ്വരൂപം. ആ ദൈവം സാധാരണക്കാരെ സംബന്ധിച്ച് അപ്രാപ്യമാണ്. പിന്നെ സാധാരണക്കാരായ ആളുകൾക്ക് ദൈവത്തെ കണ്ടെത്താൻ ഒരു ഉപാധി വേണം, ഒരു മൂർത്തി വേണം. ആ സങ്കല്പത്തിലാണ് ഗുരുവിനെ ദൈവ സ്വരൂപമായി കാണുന്നത്. ആധ്യാത്മികമായിട്ട് കാണുന്നതിനൊപ്പം തന്നെ ഗുരുവിൻ്റെ ഒരു പാത എന്ന് പറയുന്നത് ആ സമയത്തുള്ള എല്ലാ അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായിട്ട് ശബ്ദമുയർത്തുന്ന ഒരു കാര്യം കൂടിയായിരുന്നല്ലോ. ശിവഗിരി മഠവും അതുപോലെ പ്രോആക്റ്റീവായിട്ട് നിലപാടുകൾ എടുക്കണ്ടേ? ഞാൻ ഉദ്ദേശിച്ചത് ശബരിമല സ്ത്രീ പ്രവേശനം അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ വലിയ വിവാദങ്ങളും ചർച്ചകളും ഉണ്ടായപ്പോൾ പക്ഷേ മഠം അതിൽ നിന്നൊക്കെ മാറി നിൽക്കായിരുന്നു, വലിയ പ്രതികരണങ്ങളൊന്നും. അല്ല, ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് ശിവഗിരി മഠം അനുകൂലമായിരുന്നു. ഗുരു പരമ്പരയിൽപ്പെട്ട ഗുരു നിത്യചൈതന്യതി അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണമെന്ന് മുൻപ് തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു. ഞാനും അഭിപ്രായം തന്നെ വെച്ചു പുലർത്തി. പിന്നെ അതൊരു സംഘർഷത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള പ്രചരണ വേലയ്ക്കൊന്നും ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചില്ല. എനിക്ക് എപ്പോഴും ഉള്ളത് ഈ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണമെന്ന് തന്നെയാണ്. പക്ഷേ അത് ശബരിമലയിൽ വലിയ ഭക്തജന തിരക്കാണ്. ഒരു പ്രത്യേക കാലത്ത് സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കുക, ആ സമയത്ത് പുരുഷന്മാർ അങ്ങോട്ട് പോകണ്ട. അത് കഴിഞ്ഞാൽ പിന്നീട് പുരുഷന്മാർ പോകട്ടെ. അവിടെ സ്ത്രീകൾ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആത്മീയ ചൈതന്യത്തിന് കുറവ് സംഭവിക്കുമെന്നൊക്കെ ഉള്ളത് കേവലമായൊരു വിശ്വാസം മാത്രമാണ്. കാരണം എത്രയോ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ
സ്ത്രീകൾ ദർശനം ചെയ്യുന്നു. ഇനി ശബരിമലയിൽ തന്നെ എത്രയോ ചെറുപ്പക്കാരായ സ്ത്രീകൾ പോയിട്ടുണ്ട്. കൊട്ടാരത്തിലെ തമ്പുരാട്ടിമാരൊക്കെ പോയിട്ടുണ്ട്. അവിടെ വെച്ച് പോകുന്നവരെല്ലാം ഒരു നിശ്ചിതമായ പ്രായത്തിനപ്പുറത്തുള്ളവരാണ് പോകുന്നതെന്നൊക്കെ അങ്ങനെ ധരിച്ചു വച്ചിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ചെറുപ്പക്കാരായ ആളുകളും ധാരാളം അവിടെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ കൈവശ പൊള്ളിപ്പോയി ഈ സമരത്തിലൊക്കെ. അതെന്തുകൊണ്ടായിരിക്കും? അത് കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക കാലഘട്ടം ആ തരത്തിലൊരു നിർദ്ദേശം വരാതിരുന്നുകൊണ്ടായിരിക്കുമോ? അത് വാസ്തവത്തിൽ ഈ നമ്മുടെ സമൂഹം അതനുസരിച്ച് വളർന്നിട്ടില്ല. ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ നമ്മുടെ സമൂഹവും നമ്മളുടെ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ അത് പ്രത്യേകമായിട്ടുള്ള വോട്ട് ബാങ്കിൻ്റെ ഭാഗമായിക്കൊണ്ട് തിരുത്തപ്പെടാനും അതിനെതിരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനും ഒക്കെ ശ്രമിച്ചപ്പോഴാണ് സങ്കീർണമായത്. ഗവൺമെൻറ് അതിൻ്റെ ആ തീരുമാനത്തെ അതങ്ങ് ഉൾക്കൊണ്ട് അംഗീകരിച്ചിരുന്നുവെങ്കിൽ അത് രാജ്യത്തിന് നല്ലതായിരുന്നു, വളർച്ചയ്ക്ക് പുരോഗതിക്ക് സഹായകമാകുമായിരുന്നു. അതായത് സർക്കാരിന് അതിൽ തെറ്റുപറ്റിയിട്ടില്ല, ഇടത് സർക്കാരിന് തെറ്റുപറ്റിയിട്ടില്ല എന്ന് തന്നെയാണ്. തെറ്റുപറ്റിയെന്ന് പറയാൻ പറ്റില്ല. മഠത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഇപ്പോൾ നമ്മൾ ഈ ഷർട്ടൂരൽ വിവാദം അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എല്ലാ സമുദായ സംഘടനകൾ അല്ലെങ്കിൽ സമുദായ അധ്യക്ഷന്മാർ ചേർന്നുകൊണ്ടൊരു ചർച്ച എന്നാണല്ലോ പറഞ്ഞത്. അതായത് എല്ലാ ക്ഷേത്രാചാരങ്ങളും പരിഷ്കരിച്ച് സമൂലമായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവരാൻ, പഴയ ആചാരങ്ങളെല്ലാം മാറ്റാൻ മഠം തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് അങ്ങനെ ഒരു യോഗം വിളിക്കുകയോ എന്തെങ്കിലും ചെയ്യാൻ ഉള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുത്തുകൂടെ? അതോ സർക്കാർ തന്നെ അതിനൊരു ഇനിഷ്യേറ്റീവ് ചെയ്യണം? ഈ ഹിന്ദു മതത്തിലെ സന്യാസിമാരുടെ ഒരു കൂട്ടായ്മ മാർഗദർശന മണ്ഡൽ എന്ന പേരിലുണ്ട്. ആ കൂട്ടായ്മയുടെ അധ്യക്ഷൻ ചിദാനന്ദപുരി സ്വാമിയാണ്. അപ്പോൾ ഈ സന്യാസിമാരെ ആചാര്യന്മാരെല്ലാം ഒത്തുചേർന്ന് ആലോചിച്ച് ക്ഷേത്രത്തിൽ ഷർട്ട് ഇട്ടുകൊണ്ട് പ്രവേശിക്കാം. ഈ ചിദാനന്ദപുരി സ്വാമി അത് പ്രഖ്യാപിച്ചു, പല പ്രാവശ്യം പ്രഖ്യാപിച്ചു. പക്ഷേ അത് പൂർണ്ണമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ ജനസമൂഹം തയ്യാറായിട്ടില്ല. അവിടെയാണ് പ്രശ്നം നിൽക്കുന്നത്. അതായത് മാറേണ്ടത് സമൂഹമാണ്. അതായത് ആചാര്യന്മാർ വിചാരിച്ചാലും മാറാത്ത രീതിയിൽ കേരളീയ സമൂഹം നിൽക്കുകയാണ്. അതെ, അതിനി ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള വലിയ ഗുരുക്കന്മാർ, ആചാര്യന്മാർ അവതരിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും വളരെയധികം നന്ദി സ്വാമി സച്ചിദാനന്ദ. തീർച്ചയായിട്ടും ജനങ്ങൾ കേൾക്കേണ്ട വചനങ്ങൾ കൂടി. വളരെയധികം നമസ്കാരം.